ഹലോ, ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് വിന്താലോ ആണ് കേട്ടോ. വിന്താലോന് ആവശ്യമായിട്ട് ഇറച്ചി വേണം. ഒരു 1/2 കിലോ ഇറച്ചിയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ 2 സവാള, ഒരു 10 ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഒരു തക്കാളിയുടെ പകുതി, പിന്നെ കുറച്ച് കറിവേപ്പില. പിന്നെ നമ്മൾ ഗരം മസാല പൊടിച്ചെടുക്കാണ്ട് ചെയ്തിട്ടുള്ളത്. അരപ്പിനായിട്ട് നമ്മൾ ഗരം മസാലയിലേക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള മുളക് പൊടി, ലേശം കുരുമുളക് പൊടി, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഇട്ട് 2 ടീസ്പൂൺ വിനീഗർ മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല തിക്ക് പേസ്റ്റ് ആയിട്ട് എടുക്കുക. അതിനുശേഷം അതായത് മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. മൺചട്ടി നമ്മൾ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോഴത്തേക്കും എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ നമ്മുടെ അരിഞ്ഞു വെച്ചിട്ടിരിക്കുന്ന ഉള്ളി, സവാള ഇതെല്ലാം ഇട്ട് കറിവേപ്പില ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി നന്നായിട്ട് മിക്സ് ചെയ്യാട്ടോ. ഇതിൻ്റെ ഒപ്പം നല്ല രീതിയിൽ ഇതെല്ലാം ഉടഞ്ഞ് വരണം കേട്ടോ. ആ രീതിയിൽ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കുക. അരപ്പിട്ട് നന്നായിട്ട് ഇതുപോലെ തന്നെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ ഇത് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിച്ച അരപ്പിൻ്റെ ആ പാത്രം ഉണ്ടായിരുന്നില്ല, അതിൽ കുറച്ച് അരപ്പ് ഉണ്ടാവുമല്ലോ, അതിൽ നമ്മൾ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളുടെ ഇറച്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല നേരിയതായിട്ടാണ് കേട്ടോ അരിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഗ്രേവിയിൽ ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് നേരിയ തീയിൽ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അത് മൂടി വെക്കണം. ഒരു അരമണിക്കൂറോളം നമ്മളത് മൂടി വെക്കുക. നേരിയ തീയിലായതുകൊണ്ട് തന്നെ നല്ലോണം വെള്ളം അതിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. പിന്നെ നമ്മുടെ വിന്താലു റെഡി. അപ്പോൾ ഇത്രയേ ഉള്ളൂ.